ഗുഡ് മോർണിംഗ് എവരി പ്രൈസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ യേശു ക്രിസ്തു നമ്മൾ വളരെയധികം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എത്രയധികം ഡീപ്പായിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകാതെ പോകുമ്പോൾ, യേശു ക്രിസ്തു എന്താണ് ക്രോസ് ഓഫ് കാൽവറി നമ്മൾക്ക് വേണ്ടി ചെയ്തത് എന്നുള്ളതിനെ പറ്റി നമ്മൾക്ക് മനസ്സിലാകാതെ പോകുമ്പോൾ, നമ്മളൊരു പുതിയ ക്രിയേഷൻ ആണെന്നും ഇതൊരു പുതിയ ജീവിതമാണെന്നും നമ്മളുടെ പഴയ ജഡത്തിലല്ല നമ്മളെന്നും അല്ല ഇപ്പോൾ എന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാതെ വരുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ, നമ്മളെ മനസ്സിലാക്കാഴിക, നമ്മുടെ അറിവില്ലാഴിക, അത് സെയ്റ്റന് അവൻ്റെ കണ്ണിങ് ആയിട്ടുള്ള ആ സ്വഭാവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നതിൻ്റെ അവൻ്റെ ഓരോ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതിനുമായിട്ടുള്ള ഒരു വാതിലായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. നമ്മൾക്ക് പോരാട്ടമുണ്ട് എന്നുള്ള കാര്യം ആദ്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ വെറുതെ ഇഗ്നോറൻ്റ് ആയിട്ടിരിക്കരുത്. നമുക്ക് ഒന്നാമതായിട്ട് മനസ്സിലാക്കുക പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിനെതിരായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, അല്ലെ? നമ്മൾക്ക് വേണ്ടി ദൈവം എന്താണ് ചെയ്ത് തന്നിരിക്കുന്നത്, നമ്മൾ ആരാണ് യേശു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നമുക്ക് മുമ്പോട്ട് പോകുന്നതിന് പലർക്കും പ്രാർത്ഥിച്ചാൽ സംസാരിക്കും. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. യേശുവിന് നന്ദി പിതാവ്, വർഷിപ്പ് ഈ മാസ്റ്റർ. കർത്താവ് അങ്ങനെ പോലെ ദൈവമില്ല, അങ്ങനെ സ്നേഹം പോലെ ഞങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല. കർത്താവ് ലോട്ട് താങ്ക് യു സോ മച്ച്. അങ്ങുള്ളപ്പോൾ നമുക്ക് വേറെ ഒരു സ്നേഹത്തിൻ്റെ ആവശ്യവുമില്ല, അങ്ങനെ സ്നേഹമുള്ളപ്പോൾ. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങോട്ട് വചനത്തിനായിട്ട് നന്ദി പറയുന്നു, ഞങ്ങളോട് സംസാരിക്കണം അപേക്ഷിക്കുന്നു, എന്നും സംസാരിക്കുന്ന പോലെ തന്നെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യേശുവിൻ നാമത്തിൽ. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ സർവായുധ വർഗത്തെ പറ്റിയൊക്കെ നമുക്കറിയാം. എഫേസ്യർ ലേഖനത്തിന്റെ 6ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് 10 തൊട്ട് 18 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ടു ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുള ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരവും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ടും സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. സോ ഇത് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന വാക്കുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ജഡരക്തങ്ങളോടല്ല പോരാട്ടം ഉള്ളതെന്നും, ഭാഷകളുടെ അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സർവ്വലോകത്തിലെ ദുഷ്ടാത്മസേനയോടാണെന്നും ഒക്കെ നമുക്ക് ബൈബിളിലെ വചനം എന്ന രീതിയിൽ നമുക്കറിയാം. നമ്മളിത് ഒത്തിരി പഠിച്ചിട്ടുള്ള വാക്കുകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു എന്താ പറയുക, ബൈബിൾ വചനം അറിയാം എന്ന നിലയിൽ നമുക്ക് കാര്യങ്ങൾ അറിയാം. പക്ഷെ അത് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ടെന്നും അതനുസരിച്ച് ജീവിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഡൗട്ടാണ്, അല്ലെ? ദൈവം നമ്മളോട് ഇങ്ങനെ പറഞ്ഞേക്കും, നിങ്ങൾക്ക് പോരാട്ടമുണ്ട്. പോരാട്ടം ഉണ്ടെന്ന് തന്നെ ദൈവം തമ്പുരാൻ പറയുക. അപ്പൊ ഈ വചനമെല്ലാം എഴുതിയിരിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ് ആണല്ലോ. ഓരോ അപ്പോസ്തലന്മാരും പ്രോഫറ്റുമാരൊക്കെ എഴുതിയിരിക്കുന്ന വചനമാണല്ലോ. അപ്പൊ ദൈവം പറയുക നമ്മളോട്, നിങ്ങൾക്ക് പോരാട്ടമുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് പോരാട്ടമുണ്ട്. നമ്മൾ പോരാട്ടം അല്ല, മറ്റുള്ളവര് പോരാട്ടം ഇല്ലെന്ന് ഓർത്തുണ്ട് മറ്റുള്ളവർ നമ്മൾക്ക് പാരപണിയെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ബഹളം ഉണ്ടാക്കാൻ പോകുന്നു, അല്ലെ? മറ്റുള്ളവർ എന്ത് പറയുമ്പോൾ, അല്ലെ നമ്മൾക്ക് ദ്രോഹമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോൾ അവർക്കെതിരായിട്ട് നമ്മൾ പോരടിക്കാൻ പോകുന്നു. ശരിക്കും പറഞ്ഞാല് ജഡരക്തങ്ങളോടല്ല പ്രശ്നം, ജഡരക്തങ്ങളല്ല, അവരെ പുറകിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞ പിശാചാണ്, അല്ലെ? അപ്പൊ നമുക്ക് പോരാട്ടമുണ്ട് എന്ന് ദൈവം പറഞ്ഞിരിക്കുക. ആദ്യത്തെ അറിവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പോരാട്ടമുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇനി നമുക്ക് പോരാട്ടം ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് നിൽക്കാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ് ദൈവത്തിന്റെ സർവായുധ വർഗം.
അല്ലെ? അപ്പോ ദൈവത്തിന്റെ സർവായുധ വർഗ്ഗം നമുക്ക് തന്നിട്ടുണ്ട്. അത് അണിയണം എന്നും ദൈവം ആഗ്രഹിക്കുന്നു. അല്ലെ? ദൈവത്തിന്റെ ഹിതമാണ് നമ്മുടെ ഉള്ളില്. ഇനി ചിലരെങ്കിലും അത് അണിഞ്ഞ വ്യക്തികളും എന്നിട്ടും കൂടെ എന്താ പറയാ, ഇപ്പൊ ആം, ഒരു കാര്യം പറയട്ടെ. ആം, നമ്മളിൽ പലർക്കും നമ്മളിൽ എല്ലാവർക്കും തന്നെ അല്ലെ, സാൽവേഷൻ എന്നുള്ള ഹെൽമെറ്റ് ഒക്കെ ഉള്ള വ്യക്തികളാണല്ലോ. എന്നിരുന്നിട്ടും കൂടെ നമ്മൾക്ക് പലപ്പോഴും സൈറ്റിൽ നിന്നുള്ള അറ്റാക്കുകൾ നമ്മള് അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരാണ്, ഇപ്പൊ അനുഭവിക്കുന്ന ആൾക്കാരുമാണ്. അപ്പൊ ദൈവം പറയുക എന്തുകൊണ്ടാണ് അങ്ങനെ, അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. മിക്കവാറും ആൾക്കാർക്ക് തന്നെ കൃത്യമായിട്ടുള്ള ഒരു അറിവില്ല നമ്മൾ ആരാണെന്നും യേശുക്രിസ്തു എന്താണ് നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നതെന്നും നമ്മളിപ്പോ ആരാണ്, എവിടെയാണ് നമ്മുടെ പൊസിഷൻ, അങ്ങനെ ഒന്നുള്ള ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് അറിവൊന്നുമില്ല. നമ്മള് രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ, നമ്മൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പാപം ദൈവം പുറത്തു വന്നു. ആ ഒരു അവസ്ഥ, അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമുക്ക് മിക്കവാറും ആൾക്കാർക്ക് അറിയത്തില്ല. ഇപ്പോഴും പലരും വിചാരിച്ചു വെക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോഴും പാപികളാന്നുള്ളതാ. നമ്മൾ സംഭവം എങ്ങനെയൊക്കെയോ നമ്മൾ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം കൊണ്ട് നമ്മൾ കഴിച്ചു കൂട്ടുക. കാരണം എങ്ങനെയെങ്കിലും നമുക്ക് സ്വർഗത്തിലൊന്ന് പോകണം, അല്ലെ? സ്വർഗത്തിൽ പോകണം, വേണം, അല്ലെ? നമുക്ക് ക്രിസ്ത്യൻ ജീവിതം കഴിച്ചു കൂട്ടണം, അതും വേണം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ ഇങ്ങനെ ഞെരുങ്ങി തിങ്ങി കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിന് വേണ്ടിയല്ല ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ മക്കളായിട്ടാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആ കൃപയിൽ, ദൈവത്തിന്റെ സ്നേഹത്തിൽ, ദൈവത്തിന്റെ ബ്ലെസ്സിങ്ങിലുള്ള ഒരു ജീവിതം അത് ജീവിക്കുകയും നമ്മൾ വേണം. അതോടൊപ്പം സൈറ്റന്റെ ചവിട്ടി കൂട്ടാനുള്ള അധികാരം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് അത് മനസ്സിലാക്കി ജീവിക്കുകയും വേണം, അല്ലെ? അപ്പോ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാല്, അറിവ് ഉള്ളവരായിരിക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അറിവ് ഉള്ളവരായിരിക്കുക. അറിവില്ലാത്തവരാണെങ്കിൽ നമ്മൾ എന്താ പറയാ, വീണു പോകുന്ന വ്യക്തികളായിരിക്കും. 13ാമത്തെ വാക്ക് പറയുക, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ടു ഉറച്ചു നിൽപ്പാനും കഴിയേണ്ട ദൈവത്തിന്റെ സർവായുധ വർഗ്ഗം എടുത്തുകൊള്ളുക. അപ്പൊ ദൈവത്തിന്റെ സർവായുധ വർഗ്ഗം നമുക്ക് ദൈവം തന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക, അല്ലെ? അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുക. അപ്പോ സർവായുധ വർഗ്ഗം അപ്പൊ ധരിച്ചു കഴിയുമ്പോൾ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കും, അല്ലെ? അറിവ് നമുക്കുണ്ടെങ്കിൽ, അല്ലെ, പിശാച് ഒരു വർക്കൗട്ട് നമ്മുടെ എതിരെ വരാൻ പറ്റത്തില്ല. പിശാചിന് യേശുക്രിസ്തുവിന്റെ അടുത്ത് എല്ലാം പറ്റും. അവന് യേശുക്രിസ്തു ഫാസ്റ്റിംഗ് എടുത്തുന്ന സമയത്ത് ചെന്നു, അല്ലെ, ഒന്ന് നുഴഞ്ഞു കയറി ചെന്നു. പക്ഷെ എന്നാലും അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഇത് അപ്പം കല്ലിനെ അപ്പാക്കാനൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാല് അവന് അതിനെപ്പറ്റി വലിയ പിടുത്തമില്ല. സൈറ്റിന് വലിയ പിടുത്തമില്ല, അല്ലെ? അപ്പൊ സൈറ്റിനൊന്ന് അറിയണം കാര്യങ്ങൾ. അതിനു വേണ്ടിയാ യേശുവിന്റെ അടുത്ത് ഒരു കളി നടക്കത്തില്ലെന്നുള്ള കാര്യം സൈറ്റിന് വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു കാര്യം കളി നടന്നിട്ടുമില്ല ആദ്യമായിട്ട്, അല്ലെ? അപ്പോ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക, അറിവുള്ള മനുഷ്യരായിരിക്കുക. ഒന്നാമത്തെ കാര്യം പറയട്ടെ, ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ സർവായുധ വർഗ്ഗം ദൈവത്തിന്റെ സർവായുധ വർഗ്ഗമാണ്, നമ്മുടേതല്ല. നമ്മൾക്കായിട്ട് തന്നിരിക്കുന്നില്ല, ദൈവത്തിന്റെ സർവായുധ വർഗ്ഗം ദൈവം തന്നിരിക്കുന്നത്. ഇനി ആ സർവായുധ വർഗ്ഗം, ആദ്യത്തെ നോളജ് നമുക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യം ഇത്, സർവായുധ വർഗ്ഗം അത് ഫിറ്റ് ആകുന്നത് നമ്മളുടെ ജഡത്തിലുള്ള ആൾക്കാർക്കല്ല. നമ്മുടെ ജഡത്തിന് ദൈവത്തിന്റെ സർവായുധ വർഗ്ഗം ഫിറ്റ് ആകത്തില്ല, അല്ലെ? പണ്ട് നമുക്കറിയാം, കിങ് സോൾ ഡേവിഡിനോട്, കിങ് സോളിന്റെ അവന്റെ കാര്യങ്ങളൊക്കെ, പടച്ചട്ടയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് യുദ്ധത്തിന് പോകാനുള്ള, ഫിലിസ്തീർക്കെതിരായിട്ട് പോകാനുള്ള അത് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് എന്താ പറയാ, ഡേവിഡ് ഇട്ട് നോക്കി കഴിഞ്ഞപ്പോ ഡേവിഡ് അതിലങ്ങോട്ട് പറ്റുന്നില്ല, അതിട്ടൊന്നും നടക്കാനൊന്നും പറ്റുന്നില്ല. കാരണം അതൊന്നും ഡേവിഡിന് ഫിറ്റ് ആകുന്നില്ല, അല്ലെ? അപ്പോ അതേപോലെ തന്നെ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഫിറ്റാകുന്ന എന്താ പറയാ, സർവായുധ വർഗ്ഗം നമ്മൾ അണിഞ്ഞെങ്കിൽ മാത്രം നമുക്ക് നിൽക്കാൻ, നമുക്ക് ഫൈറ്റ് ചെയ്യാനും സാധിക്കുള്ളൂ. അത് തന്നെ പോരാ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ, എതിർപ്പാൻ മാത്രമല്ല സകലവും സമാപിച്ചതിന് ശേഷം ഉറച്ചു നിൽപ്പാനും. പിശാചിനെതിരായിട്ട് എതിർത്താൽ മാത്രം പോരാ, എല്ലാം സമാപിച്ച ശേഷം നമ്മൾ നിൽക്കുകയും കൂടെ വേണം, വീഴാൻ നിൽക്കുകയും കൂടെ വേണം. അതിന് ദൈവത്തിന്റെ സർവായുധ വർഗ്ഗം വേണം. ആ ദൈവത്തിന്റെ സർവായുധ വർഗ്ഗം നമ്മുടെ കാർണൽ നേച്ചർ, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവങ്ങൾ, നമ്മുടെ പഴയ വ്യക്തിത്വങ്ങൾക്ക് ഉള്ളതല്ലത്.
പുതിയ വ്യക്തി നമ്മുടെ ഉള്ളിൽ ദൈവം ഫോം ചെയ്തിരിക്കുന്ന യേശുവിന്റെ DNA-യിൽ അല്ലെ, യേശുവിനെ പോൽ നമ്മുടെ ഉള്ളിൽ പുതുതായിട്ട് വീണ്ടും ജനിച്ചിരിക്കുന്ന ആ വ്യക്തിക്കുള്ളതാണ് സർവായുധ വർഗം എന്ന് പറഞ്ഞേക്കും. ഇനി സർവായുധ വർഗം നമ്മൾ ധരിച്ചിരിക്കുമ്പോൾ നമ്മൾ ആരെന്നുള്ള കാര്യം, എന്താണ് സർവായുധ വർഗം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അല്ലെ. അപ്പൊ എന്താണ് ദൈവം തമ്പുരാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോ സർവായുധ വർഗം ധരിക്കുമ്പോൾ അതിനൊരു പവർ ആവുന്നു. അപ്പോൾ സർവായുധ വർഗം ധരിച്ചു നിന്നുകൊണ്ട് സേറ്റന്റെ കണ്ണക്കുറ്റി നോക്കി കൊടുക്കാനുള്ള ശക്തി നമുക്ക് കിട്ടുന്നു. അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കർത്താവിന്റെ അമിത ബലം അതിനെപ്പറ്റി ഒരു വാക്കൂടെ പറയുവാണ്. കർത്താവിൽ അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടാൻ പറയുമ്പോൾ 4ഉം 5ഉം ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ദൈവം പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ പറയുക, നമ്മളെല്ലാവരും ഒരുമനപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കണം. എങ്കിൽ മാത്രമേ യേശുവിൽ നമുക്ക് വളരാൻ സാധിക്കത്തുള്ളൂ. പിന്നെ എന്താ പറയുക, നമ്മുടെ പഴയ സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കുന്ന വ്യക്തികളായിരിക്കരുത്. പുതുതായിട്ട് ജനിച്ച വ്യക്തി അല്ലെ, അതെങ്ങനെയായിരിക്കണോ, അതിലെങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റി എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ 4ാമത്തെ ചാപ്റ്ററിൽ 5ാമത്തെ ചാപ്റ്ററിൽ എഴുതിയിരിക്കും. അതെല്ലാം അത് പാലിക്കുന്ന വ്യക്തികളാണ് യേശുക്രിസ്തുവിൽ എന്താ പറയുക സ്ട്രോങ് ആയിരിക്കും, അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടാൻ സാധിക്കുന്ന വ്യക്തികൾ അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സ്വഭാവത്തില് ജഡത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കരുത്. പുതുതായിട്ട് നമ്മുടെ ഉള്ളിൽ ജനിച്ചിരിക്കുന്ന ആ പുതിയ മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ സ്വഭാവം, ആ സ്വഭാവം അനുസരിച്ച് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ സ്ട്രോങ് ആവും. പിശാചിൻ തന്ത്രങ്ങൾക്കെതിരായിട്ട് നമുക്ക് എന്താ പറയുക തടുത്ത് നിർത്താൻ സാധിക്കും. ദൈവത്തിന്റെ എന്താ പറയുക സർവായുധ വർഗം ധരിക്കുമ്പോൾ അത് നമുക്ക് ഫിറ്റ് ആകുകയും ചെയ്യും അല്ലെ. ഇനി ഇവിടെ 14ാമത്തെ വാക്ക്, നിങ്ങളുടെ അരയ്ക്ക് സത്യം. ഇനി സർവായുധ വർഗം എന്താന്ന് പറഞ്ഞിരിക്കുക, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കൊടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളും. ഇപ്പൊ ഇവിടെ ഓരോ ഇങ്ങനെ ആർമർ ഓഫ് ഗോഡ് അല്ലെ, സർവായുധങ്ങളെ പറ്റി ദൈവം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കും. ഇതെല്ലാം ഓരോ സത്യങ്ങളാണ്, ദൈവം നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ പറഞ്ഞ 14ാമത്തെ പോലെ സത്യം അരയ്ക്ക് കെട്ടിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റായിട്ട് സത്യം ഉപയോഗിക്കാൻ പറ്റും. ഏത് സത്യമാണ് നമുക്ക് ബെൽറ്റായിട്ട് ഉപയോഗിക്കാൻ ദൈവം പറഞ്ഞിരിക്കുക. ഏത് സത്യത്തെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ബെൽറ്റായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ സത്യത്തിലും നീതിയിലും ജീവിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ അങ്ങനെയല്ല ദൈവം പറഞ്ഞാൽ, ദൈവത്തിന്റെ സത്യം. നമുക്കറിയാം 95ാം സംഘത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവന്റെ സത്യമാണ് നമ്മുടെ പരിച എന്ന് പറഞ്ഞിരിക്കുന്നത്. അവന്റെ സത്യം, യേശുക്രിസ്തുവിന്റെ സത്യം, യേശു എന്ന സത്യം, യേശു തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശു എന്ന സത്യം, ക്രോസ് ഓഫ് കാൽവറി നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്തു തന്നിരിക്കുന്നു സത്യം, നമ്മൾ എങ്ങനെയുള്ളവരായിരുന്നുള്ള സത്യം അല്ലെ. അത് ദൈവം നമ്മളോട് ഇങ്ങനെ പറഞ്ഞു. കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിൽ 1ാമത്തെ ചാപ്റ്ററിൽ 20, 21, 22 വാക്കുകളാക്കി ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഒരു കാലത്ത് ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു, മനസ്സിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്നായിരുന്നു അല്ലെ. നമ്മൾ നമ്മുടെ ദുഷ്ടപ്രവൃത്തി കാണും. പക്ഷേ ക്രോസ് ഓഫ് കാൽവറി യേശുക്രിസ്തു നമ്മളെ ആ ഒരു അകൽച്ചയിൽ നിന്നെല്ലാം മാറ്റിക്കൊണ്ട് ശത്രുക്കളായിരുന്നു നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തിരിക്കുക ചെയ്യുന്നത്. 2ാമത്തെ കൊളോഷ്യൻ തന്നെ കൊളോഷ്യന്റെ 2ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, നമ്മൾക്കെതിരായിട്ടുള്ള സകല റിപ്പോർട്ടുകളും സകല ലോയും അല്ലെ, ദൈവത്തിന്റെ എന്താ പറയുക കോർട്ട് റൂമിൽ, ദൈവത്തിന്റെ കോടതിയിൽ അല്ലെ, നമ്മൾ മോശപ്പെട്ടവരായിരുന്നു, നമ്മൾ പാപികളായിരുന്നു, നമ്മൾ വീണുപോയിരുന്നവരായിരുന്നു, നമ്മൾ ദുഷ്ടന്മാരായിരുന്നു. അത് എല്ലാം യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറിയിൽ ആണിയടിച്ചു. അതല്ല എന്നിട്ട് നമ്മളെ പറ്റി യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു അല്ലെ, നമ്മൾക്ക് തന്റെ ജീവൻ തന്നുകൊണ്ട്, തന്റെ റൈച്ചസ്നെസ് അല്ലെ തന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇവര് ഗിൽറ്റ് ഫ്രീ ആണ്, ഇവര് ഇന്ന് എന്താ പറയാ പാപികളല്ല, ഇവര് ഹോളിയാണ്, പരിശുദ്ധരാണ് അല്ലെ, ഇവർക്ക് ഇവരെ പറ്റി ബ്ലെയിം ചെയ്യാൻ ഒന്നുമില്ല എന്ന് ദൈവം യേശുക്രിസ്തു പറഞ്ഞിരിക്കുകയാണ് ക്രോസ് ഓഫ് കാൽവറി. അത് തന്നെയല്ല, പിശാചിനെ എന്താ പറയാ നാണം കെടുത്തിരിക്കുകയാണ്. പബ്ലിക് സ്പെക്ടക്കിൾ, ഒരു പബ്ലിക്കായിട്ട് എല്ലാവരെയും മുമ്പ് വെച്ച് നാണം കെടുത്തിരിക്കുക, അവനെ തോൽപ്പിക്കുക തന്നെ ചെയ്തിരിക്കുക. അതാണ് ട്രൂത്ത് അല്ലെ. നമ്മൾ പുതിയ സൃഷ്ടിയാണെന്നും, നമ്മൾ പഴയ മനുഷ്യരല്ലെന്നും, പഴയ ആ ജഡത്തിന് സ്വഭാവത്തിൽ ജീവിക്കുന്ന മനുഷ്യരല്ലെന്നും, നമ്മൾ ഇന്ന് ആത്മാവാണെന്നും അല്ലെ. പുതിയ സൃഷ്ടി, ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുക, ആത്മാവ് സൃഷ്ടിച്ചല്ല ആത്മാവ് എന്നല്ല പറഞ്ഞേക്കുക ജോണിന്റെ 3 അല്ലെ. അങ്ങനെ നമ്മൾ ആത്മാക്കളാണെന്നുള്ള സത്യം
നമ്മൾ പുതിയ സൃഷ്ടിയാണെന്നും ഈ പഴയ പിശാചിന് എന്താ പറയുക നമ്മളുടെ ആ പഴയ പിശാചിന് നമ്മൾക്ക് എതിരായിട്ട് വരേണ്ട ഒരു കാര്യമില്ലെന്നും എല്ലാ പാപത്തിനായിട്ടുള്ള പരിഹാരവും യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവരി തീർത്തു തന്നിരിക്കുന്നു എന്നതും ആണ് സത്യം. അത് നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കുക. ഇനി നമ്മൾ പാപം ചെയ്തു പോവുകയാണെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ആ സത്യം നമ്മളുടെ അരയിൽ ബെൽറ്റ് പോലെ ഉണ്ടായിരിക്കണം. അത് അറിയത്തില്ലെങ്കിൽ പിശാച് പണിയും കൊണ്ട് വരും. അതാ നടക്കുന്നത്. അല്ല നമ്മള് സർവായുധ വർഗ്ഗമൊക്കെ ധരിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അറ്റാക്ക് കിട്ടുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അറിയത്തില്ല കാര്യം. ദൈവം ഇതാ പറയുന്നത്, എന്റെ മക്കള് നശിച്ചു പോകുന്ന അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അറിയുന്ന വ്യക്തികളായിരിക്കണം. 15-ാമത്തെ വാക്ക് നീതി സോറി നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ചു. അല്ലെ, നമ്മുടെ ചങ്കിന് കവർ ചെയ്തിരിക്കുന്നത് നീതി എന്ന കവചവാ. അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നീതിമാനാക്കി മാറ്റിയിരിക്കുന്നു യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവരിയിൽ. അല്ലെ, അപ്പൊ അത് നമ്മൾ നീതിമാന്മാരാണ് ഇന്ന്. മനസ്സിലാക്കുക. നമ്മളൊരു പാപം ചെയ്തു പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ നീതി പോകുന്നില്ല. ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് യേശുക്രിസ്തു തന്നിരിക്കുന്നു. നമ്മൾ നീതിമാന്മാരാണ് പിതാവിന്റെ കണ്ണിൽ. എന്ന് വെച്ചാൽ നമുക്ക് സകല പാപങ്ങൾ പിന്നെയും ചെയ്തു കൂട്ടി ജീവിക്കാൻ എന്നല്ല പറയുന്നത്. ഒരു പാപമൊക്കെ അറിയാതെ ചെയ്തു പോയി കഴിഞ്ഞാൽ തെറ്റ് ക്ഷമ ചോദിച്ചുകൊണ്ട് തിരിച്ച് ദൈവത്തിലേക്ക് ചെല്ലുക എന്നാ പറഞ്ഞത്. പാപത്തിൻ്റെതായിട്ടുള്ള ജീവിതത്തെ ജീവിക്കാതിരിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. അപ്പൊ നമ്മുടെ കാലിന്റെ ചെരുപ്പ് സമാധാന സുവിശേഷത്തിന്റെ ശേഷത്തിനായിട്ടുള്ള ഒരുക്കമാണ്. അപ്പൊ അതെന്താണ് ഇങ്ങനെ സുവിശേഷം പറയുമ്പോൾ അത് ചെരുപ്പായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സുവിശേഷം പറയുമ്പോൾ അത് നമുക്ക് ദൈവത്തിന്റെ ഒരു സർവായുധ വർഗത്തിന്റെ കാര്യമായിട്ട് തീരുന്നത് എങ്ങനെ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം സുവിശേഷം പറയുന്നത്. അപ്പൊ നമ്മളത് ചെയ്യുമ്പോൾ ദൈവത്തെ അനുസരിക്കുക ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അനുസരണ എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ കാലിന്റെ ചെരുപ്പാക്കി വരുന്നത്. അല്ലെ, സുവിശേഷം പറയുമ്പോൾ നമ്മൾ ദൈവത്തെ അനുസരിക്കുക ചെയ്യുന്നത്. അപ്പൊ ആ അനുസരണ എന്നുള്ളതാണ് ചെരുപ്പായിട്ട് വരുന്നത്. അത് ദൈവത്തെ അനുസരിക്കാതിരിക്കുന്ന വ്യക്തികൾ അവർക്ക് ആ കാലെന്നുള്ളത് എക്സ്പോസ് ചെയ്തിരിക്കുക, അല്ലെ, കാലെന്നുള്ളത് തുറന്നിരിക്കുക ചെയ്യുന്നത്. അത് അവിടെ ഒരു കവചമില്ല, ഒന്നുമില്ല, അതിനൊരു ചെരുപ്പിലും ഒന്നുമില്ല, അത് പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു കാര്യവും ഇല്ലാതിരിക്കുക ചെയ്യുന്നത്. ഇനി പറയുക, എല്ലാറ്റിനും ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊള്ളുവിൻ. അപ്പൊ ഈ വിശ്വാസം എന്ന പരിചയം എന്ന് പറയുമ്പോൾ ഈ വിശ്വാസത്തെ പറ്റി പറയുന്നത് ഇത് നമ്മൾക്ക് എന്തെങ്കിലും കാര്യം ദൈവത്തിൽ നിന്ന് കിട്ടാനുള്ള വിശ്വാസത്തെ പറ്റിയല്ല പറയുന്നത്. യേശുക്രിസ്തു എന്താണ് ചെയ്തിരിക്കുന്നത് പറ്റിയുള്ള അറിവിൽ നിന്ന് വരുന്ന വിശ്വാസം. അല്ലെ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നും യേശുക്രിസ്തുവിന്റെ ഒപ്പം പിതാവിൽ നമ്മൾ മറിഞ്ഞിരിക്കുന്ന വ്യക്തികളാണെന്നും, അല്ലെ, നമ്മള് യേശുക്രിസ്തുവിന് വളരെ വിലപ്പെട്ടതാണെന്നും അവരുടെ ചങ്കിലെ ചോര കൊണ്ട് അല്ലെ വീണ്ടെടുക്കപ്പെട്ടവരിക്കുന്ന വ്യക്തികളാണെന്നും ഒക്കെ ഉള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കുമ്പോൾ അവത്തിൽ നിന്ന് വിശ്വാസം ഉണ്ടാകും. നമ്മൾ ഒരിക്കൽ പോലും യേശുക്രിസ്തു ഉപേക്ഷിച്ച് കളയത്തില്ല, എന്നും കൂടി ഉണ്ടാവുമെന്ന് പ്രോമിസ് ചെയ്തിരിക്കുന്ന അവനാണെന്ന് മനസ്സിലാക്കുക ചെയ്യുമ്പോൾ ഉപേക്ഷിച്ച് കളയാത്ത ദൈവമാണ് നമ്മുടെ എന്ന് മനസ്സിലാക്കുമ്പോൾ ഉള്ള ഒരു വിശ്വാസം, ആ വിശ്വാസത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു ധൈര്യം, അതിനെപ്പറ്റിയാ പറഞ്ഞത്. അപ്പൊ പിശാചിന്റെ ഒളിയമ്പുമായിട്ട് വരുമ്പോൾ അതൊന്നും നമുക്ക് ഏക്കത്തില്ല. അല്ലെ, രക്ഷ എന്ന ശിരവസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. ഇനി അടുത്ത വാക്ക് പറഞ്ഞിരിക്കും. അപ്പൊ ആത്മാവിന്റെ വാള് കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുമ്പോ ആത്മാവിന്റെ വാളായ വചനം, അല്ലെ, ആത്മാവിന്റെ വാളായ വചനം നമ്മൾക്ക് അവിടെയും ഇത് തന്നെ അറിവിനെ പറ്റിയാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ മനപ്പാഠം പഠിച്ച് വചനം എടുത്ത് പിശാചിനെതിരായിട്ട് പെരുമാറാൻ നോക്കി കഴിഞ്ഞാൽ നടക്കത്തില്ല. അവൻ നമ്മളെക്കാളും വചനം അറിയാം. പക്ഷെ നമുക്ക് വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിപ്പാടുകൾ, ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടുകൾ. ആ വെളിപ്പാടുകൾ പിശാചിന് കിട്ടത്തില്ല. അപ്പൊ ആ വെളിപ്പാടിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ വചനം എടുത്തിട്ട് അവനെതിരായിട്ട് പെരുമാറുമ്പോൾ അവൻ ഓടിപ്പോവുക തന്നെ ചെയ്യും. അല്ലെ, ഇനി 18-ാമത്തെ വാക്ക്, സകല പ്രാർത്ഥനയിലും യാചനയാലും ഏതു നേരവും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഇവിടെ വേറൊരു കാര്യം കൂടെ ദൈവം പറയുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. അതോടൊപ്പം തന്നെ വേറെയുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി, എന്ന് വെച്ചാൽ നമ്മളെല്ലാവരെയും വിശുദ്ധന്മാരാക്കി തീർത്തിരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തൊരുമയോടെ പോകുന്ന ഒരു വ്യക്തികളായിരിക്കണം എന്ന് പറയാം. അപ്പൊ ഇവിടെ എനിക്ക് പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക, അല്ലെ, നമ്മൾക്ക് അറിവില്ലാതിരിക്കുന്നിടത്തോളം കാലം പിശാച് നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും, തലങ്ങും വിലങ്ങും നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആദ്യമായിട്ട് മനസ്സിലാക്കുക, നമുക്ക് പോരാട്ടമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി പോരാട്ടത്തിനെതിരായിട്ട് നിൽക്കാൻ വേണ്ടി ദൈവം തന്റെ
ആയുധവർഗം തന്നിരിക്കുന്നു. അത് വർഗം അത് ധരിക്കാൻ പറ്റുന്ന നമ്മുടെ ഉള്ളിൽ പുതിയതായിട്ട് ഫോം ചെയ്തിരിക്കുന്ന ആ പുതിയ വ്യക്തി, പുതിയ ജന്മം അല്ലെ, അതിന് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ നമുക്ക് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണു പോകുന്നും ഈ സർവായുധ വർഗം നമുക്ക് ഉം, ധരിക്കാൻ സാധിക്കത്തില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദൈവത്തിന്റെ ആയുധം അത് നമ്മുടെ പഴയ മനുഷ്യന്, പഴയ ആ സ്വഭാവത്തിലുള്ള വ്യക്തിക്ക് അത് ഫിറ്റാകത്തില്ല അല്ലെ, നമ്മൾ വീണു പോവുക തന്നെ ചെയ്യും. പിന്നെ എന്താണ് യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറി ചെയ്തു തന്നിരിക്കുന്നത്, ആരാണ് യേശുക്രിസ്തു അല്ലെ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അവന്റെ സ്നേഹത്തെ പറ്റി ഡീപ്പായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെ. ഈ ഓരോ ഈ ആർമർ അല്ലെ, ഈ സർവായുധ വർഗത്തിന്റെ ഓരോ കാര്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതെല്ലാം ദൈവം പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാല് 14-ാമത്തെ വാക്ക് അരക്കി കിട്ടും സത്യം. സത്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കും ഞാൻ സത്യമാകുന്നു. അപ്പൊ അവനാണ് സത്യം അല്ലെ. നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള നീതി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ് അല്ലെ. കൊരിന്ത്യർക്കെഴുത്തിൽ 1-ാമത്തെ കൊരിന്ത്യർക്കെഴുത്തിൽ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന സമാധാന സുവിശേഷത്തിലുള്ള ഒരുക്കം. അപ്പൊ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഗോസ്പൽ ആരാണ്? ദ റിയൽ ഗോസ്പൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് യേശുക്രിസ്തു അല്ലെ. അവനെ പറ്റിയുള്ളതാണ് ഗോസ്പൽ. യേശുവിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നതാണ് ഗോസ്പൽ. റിയൽ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ആണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? വിശ്വാസം. വിശ്വാസം അത് യേശുവിൽ നിന്നാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന സാൽവേഷൻ, എന്താ പറയുക, രക്ഷ എന്ന ശിരസ്ത്രം. രക്ഷ എന്ന് പറയുമ്പോൾ ജീസസ് എന്നുള്ള വേർഡ്, യേശു എന്നുള്ള വേർഡിന്റെ ആ വാക്കിന്റെ അർത്ഥം തന്നെ ഇത് ലോർഡ് സാൽവേഷൻ എന്ന് പറഞ്ഞു, ദൈവം രക്ഷയാവുന്നു എന്നുള്ളത്. അപ്പൊ രക്ഷ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് യേശുക്രിസ്തുവാണ്. അപ്പം വചനം നമുക്ക് എല്ലാവർക്കും അറിയാം യേശുക്രിസ്തുവാണ് അല്ലെ. ദൈവത്തിന്റെ വചനം യേശുക്രിസ്തു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് ഈ ദൈവത്തിന്റെ സർവായുധ വർഗം എന്ന് പറഞ്ഞാല് പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ മനസ്സിലാക്കുക, യേശുവിനെ അറിയുക, യേശുക്രിസ്തു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക, യേശുവിലായിരിക്കുന്ന വ്യക്തികളായിരിക്കുക. അങ്ങനെയാവുമ്പോൾ പിശാച് അവന്റെ ഒരു പണിയായിട്ട് നമ്മുടെ നേരെ വരാൻ സാധിക്കത്തില്ല എന്നാണ് ചുരുക്കം അല്ലെ. അപ്പൊ അതിനെപ്പറ്റി അറിവുള്ള വ്യക്തികളായിരിക്കും. നമ്മൾ അറിവില്ലാത്തവരാകുമ്പോൾ, നമ്മൾ അറിവിൽ പുറകോട്ടാവുമ്പോഴാണ് പിശാച് നമ്മൾക്കെതിരായിട്ട് വരുന്നത് അല്ലെ. നമ്മൾ ഓരോ വചനം, ഇപ്പൊ വചനത്തിന്റെ കാര്യം, അപ്പൊ പിശാച് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന്റെ വചനം കൊണ്ട് തടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ പിശാചിന് അറിയാം ഇത് അറിഞ്ഞുകൊണ്ട് പറയുന്നതാണോ അറിയാതെ പറയുന്നതാണോ, ഇത് പറയുന്ന വചനത്തിന്റെ അർത്ഥം ഇവർക്ക് അറിയാം, അർത്ഥം അറിയത്തില്ല എന്നുള്ളത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെ, നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ വചനത്തിന്റെ ആഴവും പരപ്പും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് യേശുക്രിസ്തു എന്താണ് ആ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെ, റെവലേഷനോട് കൂടി, വെളിപാടോടുകൂടി നമ്മളത് ആ വചനം എടുത്ത് നമ്മള് ഏതൊരു വചനമായിക്കോട്ടെ ആ വചനം എടുത്ത് നമ്മള് പിശാചിനെതിരായിട്ട് പ്രയോഗിക്കുമ്പോൾ അവന് മുട്ടുകുത്തിയേ സാധിക്കത്തുള്ളൂ അല്ലെ. അപ്പൊ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വേണ്ടി പിശാച് ചെന്നപ്പോ ഓരോ വചനം യേശുക്രിസ്തു പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അല്ലെ. റെവലേഷൻ ആണല്ലോ യേശുക്രിസ്തു, ഫുൾ റെവലേഷൻ. അപ്പൊ അത് നല്ല ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങോട്, നോളജോട്, റെവലേഷനോട് കൂടി തന്നെ യേശുക്രിസ്തു സംസാരിച്ചത്. അങ്ങനെ ആയതുകൊണ്ടാണ് യേശുക്രിസ്തു അവിടെ എന്താ പറയുക പിശാചിനെ തോൽപ്പിക്കാൻ സാധിച്ചത് അല്ലോ. പിശാചിന് ഓടി ഒളിക്കേണ്ടി വന്നതിന്റെ കാര്യം അത് തന്നെ. അപ്പൊ അറിവുള്ള വ്യക്തികളായിരിക്കാം. അറിവില്ലാതിരിക്കുന്നതാണ് നമ്മളൊക്കെ വീണു പോകാനുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം, പിശാച് നമുക്ക് എതിരായിട്ട് വർക്ക് ചെയ്യുന്നുള്ള കാര്യം മിക്കവർക്കും അറിയത്തില്ല. പക്ഷെ ഇനിയും നമുക്ക് സാൽവേഷനൊക്കെ ഉണ്ട്, എന്താ രക്ഷയൊക്കെ ഉണ്ട്, റൈച്ചസ്നെസ് ആയിട്ട് നീതി നമുക്ക് ബ്രസ്റ്റ് പ്ലേറ്റ് ആയിട്ടൊക്കെ തന്നിട്ടുണ്ട്, കവചമായിട്ട് തന്നിട്ടുണ്ട്, അതെല്ലാം ഉണ്ട്, എല്ലാം ഉള്ളവരാണ്. പക്ഷെ എന്നിട്ടും പിശാചു നമ്മളെ എതിരായിട്ട് പ്രവർത്തിക്കുന്നു അല്ലെ, എതിരായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അത് ചെയ്തു കഴിയുമ്പോൾ നമ്മള് പ്രശ്നങ്ങളായി കഴിഞ്ഞ് നമ്മളിരുന്ന് കരയുകയോ ചെയ്യുന്നത്. പക്ഷെ ദൈവം നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആരാണെന്നും അല്ലെ, ഞാൻ ആരാന്നല്ല, ദൈവം ആരാണെന്നും ദൈവം എന്താണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നു, നമ്മളുടെ പൊസിഷൻ എന്താണ്, നമ്മളെ ദൈവം ആരാക്കി തീർത്തു എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പിശാചിന്റെ ഒരു വർക്കുമായിട്ട് അവന് ജയിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ നമുക്ക് അതാണ് എനിക്ക് സംസാരിക്കാൻ പോകുന്ന പ്രാർത്ഥന നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മജസ്റ്റിക് വൺ. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. ഞങ്ങളുടെ വചനത്തിനായിട്ടും ഞങ്ങളോട് സംസാരിച്ചതിനായിട്ടും ഒക്കെ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിനാണ്. താങ്ക് യു സോ മച്ച്. അങ്ങയുടെ വചനം അനുസരിച്ച് ജയിക്കാനുള്ള കൃപ തരുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിനാണ്. ഇത് കേട്ട നന്ദി ദൈവത്തിനാമത്തിന് മാത്രം.